നമ്മുടെ ഇവിടെ പരവൂരെ പുറ്റിങ്ങി ക്ഷേത്രത്തിലെ ഉത്സവം ആകുമ്പോഴത്തേക്കും കുറേ വട്ടി കൊട്ട കർച്ചട്ടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് പുറ്റിങ്ങി ക്ഷേത്രത്തിൻ്റെ അവിടെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വന്നതാണ്. അവിടെ ഇങ്ങനെ മുള ഒരു തോട്ടി മേടിക്കാനാണ് വന്നത്. മുള ഉണ്ടല്ലോ മേടിച്ച തോട്ടി, അങ്ങനെ വന്നതാണ്. അവിടെ വന്നപ്പോഴാണ് അറിയുന്ന നല്ല വിലയുണ്ട്. നമ്മൾ വില പേശി തന്നെ മേടിക്കണം, ഇല്ലെങ്കിൽ അവർ നമ്മളെ പറ്റിക്കും. ഇതല്ലല്ലോ മറ്റേതല്ലേ 250 മേടിച്ചത്. മുളയെക്കുറിച്ച് രണ്ടിനും മുളയെക്കുറിച്ചൊക്കെ ഇവർ തന്നെ സംസാരിച്ചു. അവസാനം നമ്മളൊരു തോട്ടി എടുത്തു, മുള എടുത്തു. അത് കൊണ്ടുവരാൻ നോക്കുമ്പോഴാണ് രസം. വണ്ടിയിലൊന്നും വെച്ചുകൊണ്ട് വരാൻ പറ്റില്ല, ഒരുപാട് നീളം കൂടിയ മുളയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കർച്ചട്ടി മുറ ഒലക്കെ ഉണ്ടാ? അത് 200, ഇത് 300. മുളകൾ പല ഇനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവർ തന്നെ പരിചയപ്പെടുത്തി. ഇങ്ങനെ നമ്മൾ മുള മേടിച്ചിട്ട് കാറിൽ വെക്കാൻ നോക്കുമ്പോൾ കാറിൽ വെക്കാൻ പറ്റുന്നില്ല. ഓട്ടോക്കാരെല്ലാം പിടിച്ചു, ഓട്ടോക്കാരൊന്നും വരുന്നില്ല, മുള കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്കൂട്ടിയിലൊക്കെ ബൈക്കിലൊക്കെ വന്ന് ഓരോരുത്തർ കൊണ്ടുപോകണം. അങ്ങനെ പിന്നെ സ്കൂട്ടിയിലാണ് കൊണ്ടുവന്നത്. സ്കൂട്ടി കൊണ്ടുവന്നെങ്കിലും വീടിൻ്റെ അവിടം വരെ എത്താൻ പറ്റിയില്ല, കാരണം നീളമുള്ള മുളയൊന്നുണ്ടേ വളഞ്ഞു. പിന്നെ ഒരു ഓട്ടോക്കാരൻ്റെ കാല് പിടിച്ച് ഓട്ടോയിൽ വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, പറ്റത്തില്ല, അതിന് നീളം കൂടുതലാണ്, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് സ്കൂട്ടി ഒന്ന് കൊണ്ടുവന്ന് നടന്ന് ഒരു സ്കൂട്ടിലാണ് അവർ കൊണ്ടുവന്നത്. ഇവിടെ വളവുള്ളതുകൊണ്ട് പിന്നെ അവിടെ നിർത്തിയിട്ട് എന്ത് പറ്റിയടാ? സ്കൂട്ടി കൊണ്ടുവരാൻ പറ്റിയില്ല. ഇത് കണ്ട നമ്മുടെ തോട്ടയാണ് കേട്ടാ. സ്കൂട്ടി കൊണ്ടുവരാൻ നോക്കിയിട്ട് സ്കൂട്ടി കൊണ്ടുവരാൻ നോക്കിയിട്ട് നമ്മൾ സ്കൂട്ടിയിൽ ഇതാക്കാൻ പറ്റിയില്ലതാ. ഇതാണ് ഈ തോട്ടയുടെ അവസ്ഥ. അപ്പം